ഉപയോഗിക്കുകയാണ്. പക്ഷേ അവിടെ നടക്കുന്ന ഒരു സംസ്ഥാന സമ്മേളനത്തിന് അല്ലെങ്കിൽ സംസ്ഥാന ഉദ്ഘാടന ചടങ്ങിന് ഇതുപോലെ ഒരു ശാന്തത നമുക്ക് കാണാൻ കഴിയാറില്ല. ഇവിടെ കാണുന്ന ഈ ഒരു ശാന്തതയാണ് ഈ സാഹിത്യോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിലും കൂടുതൽ 18 വർഷം എന്നുള്ളത് വരാനിരിക്കുന്ന വർഷങ്ങളിലൊക്കെ തന്നെ കൂടുതൽ ശക്തിയോടെ കൂടുതൽ മിഴിവോടെ ഈ സാഹിത്യോത്സവം പുതിയ തലമുറയുടെ സർഗാത്മകമായ കഴിവും പ്രാഗൽഭ്യവും തെളിയിക്കുവാനുള്ള വേദിയായി മാറും എന്നെനിക്ക് ഉറപ്പാണ്. ഇന്ന് ഇതുമായി സഹകരിക്കുന്നവരൊക്കെ തന്നെ നാളെ ഇതിനേക്കാൾ ശക്തിയോടുകൂടി തന്നെ സാഹിത്യോത്സവം നാടിൻ്റെ മുഴുവൻ ഒരു ധാർമ്മിക ഉത്സവമാക്കി മാറ്റുവാൻ ഉള്ള ഒരവസരം നാളുകളിൽ ഉണ്ടാകുമെന്നെനിക്ക് ഉറപ്പാണ്. വിദ്യാർത്ഥികളുടേതായ പ്രശ്നങ്ങൾ ഇന്ന് വളരെ കൂടുതലാണ്. ഞാനതിൻ്റെ മറ്റു തലങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഏറെ അവസരങ്ങളുണ്ട്, സാധ്യതകളുണ്ട്. പഠിക്കുവാനും പഠിച്ചു വളരുവാനും പുതിയ തലങ്ങളിലേക്ക് പോകുവാനും നമ്മുടെ സമൂഹത്തിൻ്റെ സൃഷ്ടിയിൽ പങ്കാളിത്തം വഹിക്കുവാനുമൊക്കെ. പക്ഷേ എസ് എസ് എഫിൻ്റെ ഒരു പങ്ക് എന്ന് പറയുന്നത് അങ്ങനെ ഈ നാടിനെ നയിക്കുവാൻ വിദ്യാസമ്പന്നരായ ഒരു തലമുറയെ വാർത്തെടുക്കുക മാത്രമല്ല മറിച്ച് ആ തലമുറയിൽ ഒരു ധാർമ്മിക ബോധം കൂടി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നെനിക്ക് തോന്നുന്നു. എസ് എസ് എഫിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു തലമുറ ധാർമ്മിക ബോധമുള്ള ഒരു തലമുറയായിരിക്കും എന്നുറപ്പാണ്. ആ ധാർമ്മികത ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സാഹിത്യോത്സവം ഉൾപ്പെടെയുള്ള, ഞാൻ എസ് എസ് എഫിൻ്റെ പല വേദികളിലും പറയാറുണ്ട്, എസ് എസ് എഫിൻ്റെ സാഹിത്യോത്സവം മാത്രമല്ല എന്നെ ആകർഷിക്കുന്ന കാര്യം. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ വർത്തമാനകാല സാഹചര്യത്തിൽ ഇന്ന് കേരളത്തിൻ്റെ തലമുറ എന്താവശ്യപ്പെടുന്ന മുദ്രാവാക്യമാണോ അതൊക്കെ ഏറ്റെടുത്ത് നടപ്പാക്കുവാൻ എസ് എസ് എഫിൻ്റെ ലീഡർഷിപ്പിന് കഴിയുന്നു എന്നുള്ളതാണ് എസ് എസ് എഫിനെ മറ്റ് സംഘടനകളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. ഇവിടെ സർഗാത്മകമായ കഴിവുകൾക്കുള്ള വേദിയാക്കി സാഹിത്യോത്സവങ്ങൾ മാറുമ്പോൾ പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കുവാനുള്ള മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കുവാനും അത് സമൂഹത്തിന് മുന്നിൽ ചർച്ചയാക്കുവാനുമൊക്കെ എസ് എസ് എഫിന് കഴിയുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എസ് എസ് എഫ് സംസ്ഥാന തലങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് എന്തുമാത്രം കേരളത്തിൻ്റെ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ സാഹചര്യത്തിൽ ആവശ്യമാണ് എന്ന് ബോധ്യമാകും. ഇന്ന് നമ്മുടെ തലമുറ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥി യുവജനങ്ങൾ ഇപ്പോഴും ഏറ്റവും വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെയുള്ള പോരാട്ടം എസ് എസ് എഫ് ശക്തമായി നടത്തി എന്നുള്ളത് നമുക്ക് സന്തോഷത്തോടു കൂടി കാണാൻ കഴിയുന്ന ഒന്നാണ്. അത് വെറും മുദ്രാവാക്യമായിട്ട് മാത്രമല്ല, അതിനപ്പുറത്ത് അത് താഴെ തട്ടിലേക്ക് എത്തിക്കുവാനും അതിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാനും എസ് എസ് എഫിന് കഴിഞ്ഞു. അതുപോലെ ഓരോന്നായി ഞാൻ എടുത്തു പറയുന്നില്ല. സാംസ്കാരിക അധിനിവേശത്തിനെതിരെ എസ് എസ് എഫ് നടത്തിയ പോരാട്ടങ്ങൾ എല്ലാം നമ്മുടെ കാലഘട്ടത്തിന് കേരളത്തിന് അനിവാര്യമായ കാര്യങ്ങൾ. ആ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കാൻ എസ് എസ് എഫിന് കഴിഞ്ഞു. തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ ഞാൻ സൂചിപ്പിച്ചു കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകൾ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന്